ഹലോ എവരിവൺ, എല്ലാവർക്കും വോയിസ് ഓഫ് ഹരികൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കളങ്കാവൽ, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കളങ്കാവൽ. കഴിഞ്ഞ ഒരു വർഷം മൊത്തം മമ്മൂക്കാക്ക് ഒരു ഇതായിരുന്നു, ഒരു ഡ്രോപ്പ് കാലഘട്ടമായിരുന്നു. വീണ്ടും അദ്ദേഹം തിരിച്ചടിച്ചേക്കാണ്. എന്നാ പെർഫോമൻസ്! അതായത് നമ്മൾ നായകൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം മമ്മൂക്കാനെ തിരിച്ച് വില്ലനിലേക്ക് കാണുമ്പോൾ ആ ഒരു ഇത് ആ പ്രമേഹം എന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൽ എൻ്റെ പൊന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ മമ്മൂക്ക ഒരു രക്ഷയില്ല. അങ്ങേര് തൂക്കി തൂക്കി അത് തന്നെ പറയാനുള്ളൂ. ഈ പ്രായത്തിലും അങ്ങേര് ഇങ്ങനെ ഒരു റോൾ എടുത്ത് ചെയ്യണു, ആ ഒരു ക്യാരക്ടറായിട്ട് മാറണം. എന്നാ രസമാണ് കാണാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടെ പറഞ്ഞുപോയി. ഈ സിനിമയുടെ ഡയറക്ഷൻ പോയേക്കണത് ജിതിൻ കെ ജോസാണ്. അദ്ദേഹം തന്നെയാണ് ഇത് റൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ പ്രവീൺ പ്രഭാകറാണ് ഇത് എഡിറ്റ് ചെയ്തേക്കണത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഫൈസൽ അലിയാണ്. മ്യൂസിക് ഹാൻഡിൽ ചെയ്തേക്കുന്നത് മുജീബ് മജീദാണ്. ഞാൻ കുറച്ച് പുതിയതായിട്ട് കേൾക്കണതാണ്, പക്ഷെ കൊള്ളാം. നല്ല സൂപ്പർ സാധനങ്ങളാണ് ഇവരെല്ലാവരും ചെയ്തേക്കണത്. സിനിമയുടെ എല്ലാ സൈഡും ഓക്കെയാണ്. ഒരു 2 മണിക്കൂർ 24 മിനിറ്റാണ് ഈ സിനിമയുള്ളത്. ഒരു സാധാ ഒരു സിനിമയാണ്, വലിയ മാസം അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷെ മമ്മൂക്കാനെ ഓരോ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ പ്രകടനം ഇങ്ങനെ മാറുകയാണ്, ആ ഒരു ക്യാരക്ടറിലേക്ക് മമ്മൂക്ക മാറുകയാണ്. നമ്മൾ ഇതുവരെ കാണുന്ന മമ്മൂക്കാനെ അങ്ങനെ കാണുകയാണ്. എന്നാ പറയുക, ഒരു രക്ഷയില്ല. ഇതാവണം, കയ്യടിക്കടാ, ആ രീതിയിലാണ് അഭിനയിച്ച് വെച്ചേക്കണം. കയ്യടിക്കടാ. കാര്യം ഇൻ്റർവെൽ എന്നൊക്കെ പറഞ്ഞാൽ വിനായകനും മമ്മൂക്കയും വന്ന് നിൽക്കണ ഒരു സീനുണ്ട്. നമുക്ക് കിട്ടണ ഒരു തരിപ്പുണ്ട്. ഈ സാധനമുണ്ടല്ലോ, തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ആ മൈൻഡിൽ നിന്ന് മാറണില്ല. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ നിന്ന് മാറില്ല. കുറച്ച് നേരത്തേക്ക് മമ്മൂക്കയുടെ ക്യാരക്ടറും ആ മ്യൂസിക്കും കാര്യമൊന്നും നമ്മുടെ തലേന്ന് നിന്ന് വിട്ടു പോകുന്നില്ല. ആ രീതിക്കാണ് പണിത് വെച്ചേക്കണം മൊത്തത്തിൽ. എന്നെ പറയാ, എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ മമ്മൂക്കാടെ കഴിഞ്ഞ കണ്ണൂർ സ്ക്വാഡ് എന്നുള്ള സിനിമ കഴിഞ്ഞ ശേഷം എനിക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടിയത് ഈ പടത്തിലൂടെയാണ്. കാര്യം മമ്മൂക്ക തിരിച്ചു വന്നേക്കാണ്. കഴിഞ്ഞ വർഷം മൊത്തം മമ്മൂക്ക ഒന്ന് അടി പോയായിരുന്നു. വീണ്ടും മമ്മൂക്ക ശക്തമായിട്ട് തിരിച്ചു വന്നേക്കാണ്. അതൊരു പ്രതിനായക വേഷത്തിലൂടെ തിരിച്ചു വന്നേക്കാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇത് ഏറ്റെടുക്കുമായിരുന്നു ഈ റോള്. പിന്നെ പറയാനാണെങ്കിൽ വിനായകൻ എന്നെ കട്ടയ്ക്ക്. കാര്യം ഒരു പോലീസ് പ്രധാന വേഷത്തിലാണ് അദ്ദേഹം വരുന്നത്. ഒരു എന്താ പറയുക, അതിൻ്റേതായ നല്ല സീരിയസ് ആയിട്ടുള്ള, ഒട്ടും തന്നെ അങ്ങനെ ഇതാവാതെ എല്ലാ സ്ക്രീനും അദ്ദേഹം എല്ലാ സീൻസും അദ്ദേഹം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. വിനായകൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആയാലും സംസാര രീതി ആയാലും, പിന്നെ ഈ പറഞ്ഞ ഒരു ട്രിവാൻഡ്രം സ്റ്റൈല് ലാംഗ്വേജാണ് മമ്മൂക്ക ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അത് കൊള്ള, ഒരു രക്ഷയില്ല. പിന്നെ ഇതിനകത്ത് കുറേ സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയുണ്ട്. ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ 1-2 കഥാപാത്രങ്ങൾ വേണ്ടി പറയാം. നമ്മുടെ ശ്രുതി, പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഗായത്രി, പരസ്പരം സീരിയലിലൊക്കെ ചെയ്തിരുന്ന റോള് അവരിപ്പോൾ അത്യാവശ്യം മമ്മൂക്ക സിനിമകളിലൊക്കെ ചെയ്യുന്നുണ്ട്, നന്നായി ചെയ്തു വരുന്നവരുണ്ട്. കൊള്ളാം. ഇതിൽ കുറച്ച് സ്ക്രീനുള്ളൂ അവർക്ക്, എന്നാലും അവർക്ക് കൊടുത്ത റോൾ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ രജസ്യ വിജയനുണ്ട് ഇതിനകത്ത്. അവർക്ക് കുറച്ചുകൂടെ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അവരൊരു ട്വിസ്റ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഇതിനകത്ത്. ഒരു വളരെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കഥയുടെ ഒരു ഗതി തന്നെ കുറച്ചും കൂടെ മാറ്റിക്കളഞ്ഞ ഒരു ക്യാരക്ടറാണ് അത്. കൊള്ളാം. മമ്മൂക്കാക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എങ്ങനെ അങ്ങനെ സെലക്ട് ചെയ്യണം, ഇറ്റ്സ് ഓസം. ഒരു നടനുമില്ലാത്തൊരു കഴിവാണ്. കാര്യം അങ്ങേരുടെ സ്ക്രിപ്റ്റ് എല്ലാ സെലക്ഷനും എല്ലാം വെറൈറ്റിയാണ്. മമ്മൂട്ടി കമ്പനി ഇപ്പോൾ എടുക്കുന്ന എല്ലാ പടവും നമുക്കൊരു വിസ്മയമാണ് ശരിക്കും പറഞ്ഞാൽ. കൊള്ളാം. മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ ഒരു സിനിമ വരുമ്പോൾ നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. കാര്യം അതുപോലെയാണ് മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ സിനിമയും ഇപ്പോൾ വരുന്നത്. കൊള്ളാം. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സിനിമ തിയേറ്ററിൽ പോയി കാണാം. കാരണം നെഗറ്റീവ് കുറേ ആൾക്കാർ ഇപ്പോഴും ഇതിൻ്റെ പുറകെ കിടക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, നെഗറ്റീവിനൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഈ പടം തിയേറ്ററിൽ പോയി കാണാം. ഇത് കൈയടിക്കാനുള്ള പരിപാടിയുണ്ട്. അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉള്ള ഒരു തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് കാണുവാണെങ്കിൽ അത് ഫീൽ ചെയ്യും. മമ്മൂക്കയുടെ ട്രാൻസ്ഫോർമേഷൻ, ആ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ഒരു സീനുണ്ട് ഇതിൻ്റെ അകത്ത്. എൻ്റെ പൊന്നെ, ഞാൻ ഞെട്ടിപ്പോയി. കാര്യം അത് ഞാൻ പറഞ്ഞല്ല, നമുക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തന്നെ ഒരു സിനിമയാണത്. നമുക്കെപ്പോഴും നായകന്മാരെ മാത്രമായിട്ട് കാണണമെന്നില്ല. മമ്മൂക്ക ഇങ്ങനെ ചെയ്താലും നമ്മൾ അംഗീകരിക്കും, മനസ്സിലായോ? അതാണ് ഈ സിനിമ. സോ എല്ലാവർക്കും ഈ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാം, ഫാമിലിയായിട്ട് തന്നെ പോയി കാണാം. നല്ലൊരു മികച്ച സിനിമയാണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഇതിനെ കൂടുതൽ പറഞ്ഞ് സ്പോയിലർ ഒന്നും ആക്കണില്ല. സിനിമ തിയേറ്ററിൽ പോയി കാണാൻ നല്ല അടിപൊളി പടമാണ്. ഫാമിലിയോടെ പോയി കണ്ടോളൂ, നിരാശപ്പെടാനില്ല. ഈ മാസം മമ്മൂക്ക തൂക്കി. ഈ ഡിസംബർ 5 വന്നതിൽ ഞാൻ ആകെ പോയി കണ്ടേക്കണത് ഈ പടമാണ്. ഇപ്പം ഇനി കുറേ പടങ്ങൾ കാണണമെന്നുണ്ട്, പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ പടമായിരുന്നു. അത് ഞാൻ പോയി കണ്ടു. നിങ്ങൾക്കും പോയി കാണാം. ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ ഈ പടം പോയി കാണാം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. താങ്ക് യു.